നമ്മുടെ ഒരു 2-3-4 പോലീസ് വാഹനങ്ങൾ ഇവിടോട്ട് വന്ന് നിൽക്കുന്നു. നമ്മളോട് ടോർച്ചുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇതുവഴി 2-3 പെൺപിള്ളേർ ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമ്മൾ തുറന്നു നോക്കുമല്ലോ. അപ്പോൾ പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞേ 2-3 പെൺകുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയി, നിങ്ങൾ ഇതുവഴി എങ്ങാനും കണ്ടോന്ന്. അപ്പോൾ നമ്മുടെ അങ്കിളിനെ വിടാതെ അപ്പോൾ നമ്മളവിടെ വിളിച്ച് ചോദിച്ചു, അങ്കിളെ ഇതുപോലെ പോയിട്ടുണ്ടോ? അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ അങ്കിളിൻ്റെ ആ കയ്യാലയിൽ കൂടെ നിരങ്ങി ഇറങ്ങി അവരുടെ ചെരുപ്പ് ഷോള എല്ലാം അവിടെ കിടക്കും. പത്തനംതിട്ട ജില്ലയിലെ ജീവമാത എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുടെ മകനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കേൾക്കാൻ എന്നെ പോലെ നിങ്ങളും ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ ആഗ്രഹം വെറും ഒരു ആഗ്രഹം മാത്രമായി അത് പോകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ദിവസങ്ങളായി ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വാർത്തയെ ഒരുപാട് അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യുന്നില്ല? അങ്ങനെ ടേക്ക് ഓവർ ചെയ്താൽ എന്താണെങ്കിലും അധികം വൈകാതെ പോലീസുകാർക്ക് അവരെ പിടിച്ചേ പറ്റുള്ളൂ. ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയെയും മകനെയും. അറ്റ്ലീസ്റ്റ് മകനെ എത്രയും പെട്ടെന്ന് പോലീസുകാർ പിടിക്കേണ്ടതാണ്. കാരണം അവിടെ താമസിച്ച ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കുന്നു, ആ പെൺകുട്ടിക്ക് ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ചതിൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ 17-18 വയസ്സിന് മുമ്പ് ആ ഒരു പെൺകുട്ടിയെ അവൻ ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപാട് മെയിൻ സ്ട്രീം ചാനലുകൾ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് 1-2 വാർത്തകളൊക്കെ കണ്ടു, അത് അതിൻ്റെ പാട്ടിനങ്ങ് പോയി. പിന്നെ ആരും അതിൻ്റെ പുറകെ ഇല്ല. പോലീസുകാരുടെ അന്വേഷണം എവിടെ വരെ എത്തി എന്ന് പോലും നമുക്ക് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരുപാട് ഓൺലൈൻ മീഡിയകളൊക്കെ ഇവരുടെ നാട്ടിൽ പോയി അവിടുത്തെ ജനങ്ങളെ കണ്ട് അവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുന്നുണ്ട്. ചില ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇട്ടില്ലേ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. ഈ പല പെൺകുട്ടികളും രാത്രി കാലങ്ങളിൽ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഓടുന്നത് വരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വരുന്നത് ഞാൻ കണ്ടു. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാം. ഇവിടെ വന്ന് അനാശാസമായി പൈസ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് ജീവമാത കാരുണ്യ ഭവൻ എന്ന് പറയുന്നത്. അത്രമേൽ നികൃഷ്ട ജീവിയാണ് ഇവിടെ. ഇവിടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയമാണ്, നാട്ടുകാർക്കും തേപ്പാർക്കാർക്ക് ഭയമാണ്. പിന്നിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ച് ഇവിടെ നടക്കുന്ന അനാശാസങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ രാത്രി പോകുന്ന വണ്ടികൾ, രാത്രി കാലങ്ങളിൽ വരുന്ന വലിയ വലിയ VIP വണ്ടി BMW ഓടിയും പിന്നെ ലാൻഡ് ക്രൂസറൊക്കെ രാത്രി കാലങ്ങളിലൂടെ വരുന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് പ്രതികരിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഗുണ്ടായിസമാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഗുണ്ടായിസമാണ് അവിടെ. അതിപ്പോൾ പ്രത്യേകിച്ച് ഈ ചേട്ടൻ പറഞ്ഞ് നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഭർത്താവിനെ പറ്റി, ഇപ്പോൾ 2ാമത് കല്യാണം കഴിച്ച ആ ഭർത്താവിനെ പറ്റിയൊക്കെ ആളുകൾ ആദ്യമേ പറയുന്നത് നമ്മൾ കേട്ടതാണ്. നല്ല ഒന്നാന്തരം ഒരു ഗുണ്ടയാണ് ആ ഒരു വ്യക്തി. വേറൊന്നും കൊണ്ടായിരിക്കില്ല അവനെ ഇപ്പോൾ കല്യാണം കഴിച്ചത്, ഒരു പ്രൊട്ടക്ഷൻ, മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ഭർത്താവിനെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. പിന്നെ രാത്രി കാലങ്ങളിൽ ഈ VIP-കളൊക്കെ എന്താ പകല് വരാത്തത്? പകല് ചില ചേട്ടന്മാരൊക്കെ വന്ന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ VIP-കളൊക്കെ രാത്രി കാലങ്ങളിലാണ് അവിടെ വരുന്നത്. എന്താണ് ആ ഒരു അനാഥാലയത്തിൻ്റെ മറവിൽ നടന്നിരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഒരു കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ ചെയ്യുമ്പം തെറിവിളിയാണ് നാട്ടുകാരുടെ. എന്തോരം തെറിവിളി ഞാൻ കേട്ടെന്നറിയാമോ? പാവം സ്ത്രീയാ, എന്തിനാണ് ഒരു കുടുംബം നശിപ്പിക്കാൻ പോകുന്നത്? ആ ചോദിക്കുന്നവരാണ് അറിയേണ്ടത്. കാണുന്നുണ്ടല്ലോ ഇതൊക്കെ അല്ലേ? അവിടുത്തെ നാട്ടുകാർ ഈ ഒരു ലേഡിയുടെ തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു വ്യക്തിയൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ ഞെട്ടിപ്പോവാണ് നമ്മൾ. എന്താണെങ്കിലും അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇപ്പൊ ഈ സംസാരിച്ച ചേട്ടന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് കേൾക്കുക. മനുഷ്യ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊണ്ടാണ്. അതിപ്പോ കണ്ടല്ലോ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു നിർത്തിയത് ബൈക്കെ പോയണ്ടോ നിങ്ങൾ? ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ പറഞ്ഞു, റജി എന്താ വെച്ചാൽ നീ കൈകാര്യം ചെയ്തു, ഞാൻ പോയേക്കാവുന്നു. ഇവരെല്ലാം കൈവഴിഞ്ഞ് പോവാ. അതുകൊണ്ട് ഇവിടെ ഭയം ഉണ്ടായിട്ടില്ലയോ? ഇവരെ ഭയം ഉണ്ടായിട്ടാണോ സംഭവിച്ചത്? ഭയമാണ്, അവരെ ഭയമാണല്ലോ. ഇനിയിപ്പോ ഭയപ്പെടാതിരിക്കുന്ന ആളുകളെ അവർ ഭയപ്പെടുത്തും, മനസ്സിലായില്ലേ? അവർ ഭയപ്പെടുത്തും, പല ആളുകൾ വഴി ഭയപ്പെടുത്തും. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ദിവസമായി ഈ ഒരു ഇഷ്യൂയിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, സ്ഥാപനം എന്തായാലും ക്ലോസ് ആയി, പക്ഷേ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു പോക്സോ കേസ് വന്നിട്ട് പോലും അത് ആരുടെയും പേരിൽ, അവിടെ അമ്മയും മകനും 2 പേരുടെയും പേരിലേക്കൊന്നും ആ ഒരു കേസ് വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ആ 2 പേര് മുങ്ങി. ആ മുങ്ങിയവരെ എന്തുകൊണ്ട് പോലീസുകാരൊന്നും അന്വേഷിക്കുന്നില്ല? അറ്റ്ലീസ്റ്റ് ഈ ഒരു പെൺകുട്ടി, അവിടുത്തെ അന്തേവാസിയായിട്ടുള്ള, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥയുടെ മകൻ കല്യാണം കഴിച്ച ആ ഒരു പെൺകുട്ടി, അവള് മൊഴി കൊടുത്തപ്പോഴത്തേക്ക് അവള് കല്യാണത്തിന് ശേഷമാണ് അവർ തമ്മിൽ
പരിപാടിയൊക്കെ നടന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യുക എന്നുള്ളൊരു പരിപാടിക്ക് പോലീസുകാർ നോക്കുമ്പോൾ അയാൾ ഇല്ലെങ്കിൽ അയാളെ പിടിച്ചോണ്ട് വരിക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതിനൊക്കെ എന്താണ് പോലീസുകാർ മുതിരാത്തത്? എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമായി? എനിക്കൊന്ന് 1-2 ആഴ്ചയായില്ലേ. എന്താ അവനെ ഒന്നും കിട്ടാത്തത് കയ്യിലോട്ട്? ഒരു ചോദ്യം ചെയ്യലിന് പോലും എന്തുകൊണ്ട് എത്തുന്നില്ല അവര്? എത്തിയായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞേനെ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ചാനൽ പോയേനെ, അതൊന്നും അറിഞ്ഞ് അതിൻ്റെ പുറകെ. പക്ഷെ അതൊന്നും ഇല്ല. എന്തുകൊണ്ട്? പിടിപാടുള്ളവന് എന്തുമാകാം. ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ കണക്ക് രാഷ്ട്രീയപരമായിട്ടൊക്കെ നല്ല പിടിപാടാണെന്ന് കേട്ടു, പലരുടെയും പേരും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ ആളുകൾ പുറത്ത് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അനക്കവും ഇല്ലാത്ത ഈ ഒരു കേസിന് ചത്ത് കിടക്കുന്നത്? ഇനിയിപ്പോൾ കൂടിപ്പോയാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു കേസ് മറന്നു തുടങ്ങും ആളുകളില്ല. ഇപ്പൊ തന്നെ നിങ്ങളെല്ലാവരും മറന്നു തുടങ്ങിയിട്ടില്ലേ? ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വിഷയം മറന്നു തുടങ്ങും. അപ്പത്തേക്ക് അവർ വീണ്ടും പൊങ്ങി വരും എവിടെന്നെങ്കിലും ഒക്കെ മൂലയ്ക്ക് വന്ന്. ബാക്കി കേൾക്കാം. കിഴക്കോട്ടെ മറ്റൊരു സ്ഥാപനത്തിലും കണ്ടിട്ടില്ല. ഇവിടെ ഏത് ഒരു നൂലുകെട്ടി തൊട്ട ഏത് അങ്ങനത്തുള്ള എല്ലാ കാര്യത്തിലും പുള്ളിയാണ് മെയിനായിട്ട് ഇരിക്കുന്നത്. മെയിനായിട്ട് ആളാണ് ഇവിടുത്തെ എല്ലാ കാര്യത്തിനും. ഊണ് കൊടുക്കാനാ, പിള്ളേരുടെ ഊണായാലും എല്ലാ സകല കാര്യത്തിനും ഇവിടെ സ്ഥിരം വരുന്ന ഒരു അന്തേവാസിയാണ്. ഞങ്ങളുടെ എം എൽ എ. കാറൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഈ 14 വർഷം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ 14 വർഷം ആയത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ തോട്ടിലെ മലിനം പറഞ്ഞത് ശരിയാ. ഈ തോട് ഇതിലേക്കൂടെ താപ്പോട്ടെ ഇളമണ്ണ് വരെ നല്ല വിശാലമായ തോട്. ഈ തോട്ടിലെ ജനങ്ങൾ നാട്ടുകാർ മൊത്തം കുളിക്കും, മുണ്ടുകാനയ്ക്കും, പശുക്കളെയും കുളിപ്പിച്ചോണ്ടത്. ഒറ്റ മനുഷ്യരെ അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. മഴ വരുന്ന വേസ്റ്റ് വെള്ളം എല്ലാവരും തുറന്നും വിടും. എന്തോ ദുർഗന്ധമാണ്. നാട്ടുകാർക്കങ്ങ് ഇരിക്കാം. ഇവിടുന്നല്ല, ഞങ്ങളുടെ ആ ഏരിയ വരില്ല ദുർഗന്ധമാണ്. പിന്നെ സ്ഥിരം മഴയാണെങ്കിൽ ദുർഗന്ധം കുറയും. മഴ പെയ്യായിരിക്കുമ്പോൾ ദുർഗന്ധം കുറയും. പിന്നെ ആര് പ്രതികരിക്കുന്ന ഒരു മണ്ടന്മാരും അവരുടെ ആളുകളും എടുക്കരുവാ. ഇവർക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവർക്ക് മേളിൽ സ്വാധീനമുണ്ട്. പലരും പ്രതികരിച്ചിട്ട് അവർ മണ്ടന്മാരായതേ ഉള്ളൂ. അല്ലെ പ്രതികരിച്ചാലും നോക്കാൻ വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ നോക്കാൻ വരുമ്പോൾ അങ്ങനെ ഇത് അടച്ചു വെച്ചു. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ നാട്ടിലെ ആളുകളെല്ലാം ഇവർക്കെതിരെ പ്രതികരിച്ചാലും സിസ്റ്റം അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ചത്. ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവിടെ ഒരു തോട്ടിലേക്ക് ഇവർ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം കൂടെ തട്ടിവിടും. അതൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ പോയി അവരോട് ചോദ്യം ചെയ്താൽ ഗുണ്ടായിസമായിരിക്കും. പക്ഷെ അവർ നിയമപരമായി മുന്നോട്ട് പോയാലും ആരാണോ മേളിലുള്ള അതോറിറ്റി അവർ ഇവരുടെ സൈഡിലേ നിൽക്കുകയുള്ളൂ. ഇവർ പറയുന്നതേ കേൾക്കുകയുള്ളൂ. ആ വന്ന് അന്വേഷിക്കുന്ന വ്യക്തിയെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അയാൾക്ക് മേളിൽ നിന്നുള്ള ഓർഡർ കാണും. മേളാളന്മാർ, ഇവരുടെ കൂടെയുള്ള മറ്റേ രാഷ്ട്രീയ ദിമ്പുകൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ദിമ്പുകളുടെ അവരോടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? കൊച്ചു കുട്ടികളെ പോലുമാണ് ഇവർ അതിനകത്തിട്ട് പല വൃത്തികേടിനും. ഈ അടുത്ത് നമ്മൾ കണ്ടല്ലോ, ഒരു 35 വയസ്സുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു സ്ത്രീയെ പോലും അവരുടെ ബന്ധുവായിട്ടുള്ളൊരു വ്യക്തി, അതൊക്കെ കണ്ട ആളുകൾ ഇപ്പോൾ വന്ന് പറയുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ മേളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ? നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലാണ് ഇതൊക്കെ സംഭവിച്ചെങ്കിലോ? നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ് ഇവർ തട്ടിയെടുത്തോണ്ട് വന്ന് വീട്ടിൽ ഇവരുടെ ആ ഒരു അനാഥ മന്ദിരത്തിലിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? എനിക്കറിയില്ല. ഇവിടെ മാത്രമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. ഇത്രയൊക്കെ ചെറ്റത്തനങ്ങൾ കാണിച്ചാലും ഇതാ വീണ്ടും നമ്മുടെ മുമ്പിലാണ് ഉദാഹരണം കിടക്കുന്നത്. എത്ര ദിവസമായി ഒരനക്കവും ഇല്ല, ഒന്നും നടക്കുന്നില്ല. നമ്മളൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതല്ലാതെ അവരെ പിടിക്കാനോ ഒന്നും. ഇനിയിപ്പോൾ പിടിച്ചാൽ തന്നെ എത്ര ദിവസം? അതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണേ. എത്ര ദിവസം? ഫ്യൂ ഡേയ്സ്. അത് കഴിയുമ്പോൾ അവർ പുട്ടുപോലെ പുറത്തിറങ്ങി നടക്കും. വീണ്ടും ചിലപ്പോൾ ഇതേപോലുള്ള തെമ്മാടിത്തരങ്ങളുമായിട്ട് വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പൊങ്ങി വരാനും സാധ്യതയുണ്ട്, ഇല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവരുടെ തൊട്ടപ്പുറേ താമസിക്കുന്ന അയൽക്കാരി, അവരുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഇവരുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് കാണാം. അങ്ങനെ ഉള്ളൊരു ചേച്ചി, അപ്പുറം താമസിക്കുന്ന ആ ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. 2022-23 ഞാൻ പറഞ്ഞില്ലേ, ഈ ആമ്പിള്ളേരൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പം വിചാരിക്കുകയും ചെയ്യും, എൻ്റെ അടുക്കളയിൽ നിന്ന് ഇവരുടെ നേരെ ഇവരുടെ ഫ്രണ്ട് കാണാൻ പറ്റും. മീൻസ് അവിടെ വന്ന് കയറുന്നു പോകുന്നു വരുന്നു ഒക്കെ എനിക്ക് സുന്ദരമായിട്ട് കാണാം. അടുക്കള ആയിക്കോട്ടെ, എൻ്റെ മുറി ആയിക്കോട്ടെ, നമ്മുടെ ആ വാഷ് ബേസിൻ്റെ ആയിക്കോട്ടെ, എനിക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ ആമ്പിള്ളേർ വരികയും പോവുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു 2-3-4 പോലീസ് വാഹനങ്ങൾ ഇവിടോട്ട് വന്ന് നിൽക്കുന്നു. നമ്മളോട് ടോർച്ചുണ്ടോ, അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുവഴി 2-3 പെൺപിള്ളേർ ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീണ്ടും മുന്നേ നമ്മൾ തുറന്നു നോക്കുമല്ലോ. അപ്പോൾ പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞേ 2-3 പെൺകുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയി, നിങ്ങൾ ഇതുവഴി എങ്ങാനും കണ്ടോന്ന്. അപ്പോൾ നമ്മുടെ അങ്കിളിനെ വിടാതെ അപ്പോൾ നമ്മളവിടെ വിളിച്ച് ചോദിച്ചു, അങ്കിളെ ഇതുപോലെ പോയിട്ടുണ്ടോ? അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ അങ്കിളിൻ്റെ ആ കയ്യാലയിൽ കൂടെ നിരങ്ങി ഇറങ്ങി അവരുടെ ചെരുപ്പ് ഷോള എല്ലാം അവിടെ കിടക്കുന്നു. അങ്ങനെ
എന്നിട്ട് പിന്നീട് അപ്പോൾ ഈ ഒരു പോലീസും വണ്ടിയും കൂടി ഇവിടെ തന്നെ കിടക്കുക. അവരപ്പം വെള്ളമൊക്കെ ചോദിച്ച് കൊടുത്തു, ടോർച്ചൊക്കെ ചോദിച്ചു, അവർക്ക് എന്തോ ആവശ്യത്തിന് കൊടുത്തു. അങ്ങനെ ഒരു 2-3-4 മണിക്കൂർ കഴിഞ്ഞപ്പം ഇവർ പോകുന്ന സമയത്ത് പിന്നെ ഞാൻ ചോദിച്ചു, സാറേ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടി. അത് ഈ പ്ലാന്റേഷനകത്തിലെ ലയത്തിൽ നിന്നെങ്ങാണ്ട് അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നെങ്ങാണ്ട് പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ അലറിക്ക് വിളിച്ചു ഊക്കലും അമ്മമാരുടെ കരച്ചിൽ മിക്ക സമയവും അമ്മമാരുടെ കരച്ചിൽ കേൾക്കാറുണ്ട്. ഒത്തിരി കടന്ന് ചീത്ത പറയുന്നതും കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കാറുണ്ട്. എന്തൊക്കെയാ കേൾക്കുന്നത്? പോലീസുകാർ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് പോലീസുകാർ പ്രത്യേകിച്ചൊന്നും ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പം മീഡിയക്കാർ, മെയിൻ സ്ട്രീം ചാനലുകാർ 1-2 വാർത്തകൾ ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ചിട്ട് അവരുടെ പിന്നെ വലിയ പൊടിയൊന്നും ഇല്ല. ഇത് കേട്ടല്ലോ നിങ്ങൾ, ഓപ്പോസിറ്റ് താമസിക്കുന്ന ചേച്ചി പറയുന്നത്. അവിടുന്ന് കുറച്ച് പെമ്പിള്ളാർ ഇറങ്ങി ഓടുന്നത്, ജീവനും കൊണ്ട് ഓടിയതായിരിക്കും ആ കുട്ടികൾ, ജീവനും കൊണ്ട് ഓടിയത്. എന്തായിരിക്കും അതിനകത്ത് അവരെ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറയുന്നത് കേട്ടില്ലേ, 35 വയസ്സ്, തലയ്ക്ക് സ്ഥിരത പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അതിനകത്തിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പിന്നെ പെൺകുട്ടികളെയൊക്കെ അതിനകത്ത് വേറെ പലതുമായിരിക്കും ചെയ്യുന്നത്. ആ കുട്ടികൾ ഇറങ്ങി ഓടി, ലാസ്റ്റ് പിടിച്ചു അവരെ. അവരുടെ കഷ്ടകാലം പോലീസുകാർ വന്ന്, ഇതിനകത്ത് പോലീസുകാർക്കൊക്കെ ഇനി പങ്കുണ്ടോ അതും കൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ലേ. ഉന്നതരുടെയൊക്കെ ഒരുപാട് പേരുകളൊക്കെ നമ്മൾ കേട്ടല്ലോ. പോലീസുകാർക്ക് പങ്കില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെയല്ലേ എത്ര ദിവസം എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഒരു അറസ്റ്റ് എന്തെങ്കിലും ഒന്ന് നടന്നേക്കും. പക്ഷെ നടന്നാൽ തന്നെ ഉണ്ടല്ലോ അധികം നാളൊന്നും അവനൊന്നും അകത്ത് കിടക്കത്തില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീ ആണെങ്കിൽ പോലും ഈ മറ്റേ മമ്മി ഗിരിജയൊന്നും അകത്ത് പോലും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും ഹോൾഡുള്ള ആള്? ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറണം. നല്ല ഈ നാട് നല്ല രീതിയിൽ നയിക്കാൻ ത്രാണുള്ള ഗട്ട്സ് ഉള്ള ഒരു വ്യക്തി വരണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. ഇങ്ങനെയുള്ളതിനെയൊക്കെ ഫസ്റ്റിനെ തൂക്കിയെടുത്ത് അകത്തിടുന്ന അങ്ങനെ ഒരു കാലഘട്ടം അത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. നേരോടെ നിർഭയത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു വാർത്തയിലൊക്കെ പറയാം കേട്ടോ, ഹെഡ്ലൈൻസ് പോലെ. അതല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട്? പിള്ളേരൊക്കെ ഇറങ്ങി ഓടി വലിച്ചു വിഴച്ച്, പിന്നെയും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളേ ഉള്ളൂ ഇതൊക്കെ. അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു സിനിമാ കഥ പോലെ തോന്നുന്നു എനിക്ക്. എല്ലാം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മാന്യത്തിയെ പോലെ വന്നിരുന്ന് ഇന്റർവ്യൂവിലൊക്കെ കഥയൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും കഥകൾ. നാട്ടുകാർ പേടിയോടെ ജീവിച്ചിരുന്ന ഇത്രയും നാളും അവരവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആളുകൾ ഇപ്പോൾ വന്ന് പലതും പറയാൻ തുടങ്ങിയത്. ഉള്ളപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ, തൊട്ടടുത്തല്ലേ, ഗുണ്ടകളെ ഇറക്കി വല്ലതും ചെയ്താലോ. ഇനിയെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് അറ്റ്ലീസ്റ്റ് അവിടുത്തെ പോലീസുകാരൊക്കെ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക.